സാർ സാർ നമസ്കാരം. എന്ത് ഫീൽഡിലാണ് ചെയ്യുന്നത്? ഞാൻ ശരിക്ക് കൺസ്ട്രക്ഷൻ ആണ്. കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഇതിക്ക് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? ഇതിലേക്ക് വന്നപ്പെട്ടത് ഞാൻ ഇതിന്റെ കോഴ്സ് ചെയ്തിട്ടാണ് വന്നത്. നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാർ എഞ്ചിനീയേഴ്സ്, അപ്പം അങ്ങനെ നമുക്കൊരു അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് താല്പര്യം തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി പെടുമ്പോൾ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പേടിയൊന്നുമില്ല, നമ്മള് കണ്ടുവരുന്ന കാര്യങ്ങളാണല്ലോ. ചുറ്റിലും ഈ ഒരു ഏരിയയിലുള്ള ആളുകൾ തന്നെയായിരുന്നു. അതെ അതെ അതെ. ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? ഒരു 7 വർഷമൊക്കെ കഴിഞ്ഞു. 7 വർഷം. ഓക്കെ. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന സ്ട്രഗിളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് വിശ്വസിച്ച് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് വിശ്വസിച്ച് വർക്ക് തരാൻ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് തരാൻ തയ്യാറാവണം. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിനുവേണ്ടി നമ്മൾ മെയിനായിട്ട് അവരുടെ ട്രസ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ചെറിയ ചെറിയ വർക്കുകളായിരിക്കും കിട്ടുക. ആ വർക്കുകൾ ചെയ്ത് അവർക്ക് നമ്മളോടൊരു വിശ്വാസം വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് വരും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു? 3 വർഷമൊക്കെ 3 വർഷം 4 വർഷമൊക്കെ എടുത്തിട്ടുണ്ട്. അതെ അല്ലേ. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ എങ്ങനെ ഡെയിലി ഇതിനു വേണ്ടി നമ്മൾ എണീക്കുമ്പോൾ തന്നെ മൈൻഡിൽ എന്തായിരിക്കും? നമ്മൾ വർക്കിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഇതാണ് അതിന്റെ റിസൾട്ടാണ് സാറിന് ഇപ്പോൾ ഉണ്ടായത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ യങ്ങർ ജനറേഷൻ, അതായത് ബിസിനസ് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. അതല്ലേ. ഓക്കെ ഓക്കെ സാർ. അപ്പോൾ താങ്ക് യു ഫോർ ദി അഡ്വൈസ്.